ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ ഓൺലൈനിൽ നമ്മൾക്ക് എങ്ങനെ ചെല്ലാൻ അടക്കാം, അതായത് നമ്മുടെ ഈ ക്യാമറ വഴിയും അല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന ഫൈനൊക്കെ നമ്മൾക്ക് എങ്ങനെ അടക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീഡിയോ നിലവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിൽ ഞാൻ ചെയ്ത സമയത്ത് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിലേക്കാണ് OTP വന്നത്. അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ OTP അടിച്ചു കൊടുത്ത് നമ്മൾക്ക് ചെല്ലാൻ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾക്ക് ആ ഒരു ഓപ്ഷൻ ഇവർ എടുത്തു കളഞ്ഞു. നിലവിൽ RC ബുക്കിൽ ഏതാണോ മൊബൈൽ നമ്പർ ഉള്ളത് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് മാത്രമേ OTP പോകുന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പോൾ നിലവിൽ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ, നാട്ടിൽ അവർ അനിയനോ ഏട്ടനോ മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ടാവാം, അവർ ഗൾഫിലായിരിക്കും. അപ്പം നിലവിൽ അവർക്ക് OTP കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാരിനും ഈ ഒരു അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവന്നത്. നിലവിൽ ഇപ്പോൾ വന്നിട്ടില്ല, അടുത്തതിനായിട്ട് നിലവിൽ വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ 2025 ജനുവരി മാസത്തിലാണ് എടുക്കുന്നത്. അപ്പം പുതിയ ഓപ്ഷൻ പ്രകാരം നിങ്ങൾക്ക് പരിവാഹൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ എൻജിൻ നമ്പറും ചേസ് നമ്പറിൻ്റെയും അവസാനത്തെ 5 or 6 ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത്, അതായത് വാഹനത്തിൻ്റെ നമ്പർ, എൻജിൻ നമ്പറിൻ്റെ ചേസ് നമ്പർ, അതുപോലെ തന്നെ എൻജിൻ നമ്പറും ചേസ് നമ്പറും അതിൻ്റെ അവസാനത്തെ അക്കങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഒരുപക്ഷെ നമുക്ക് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ OTP ഇല്ലാതെ തന്നെ നമുക്ക് ആ വാഹനവുമായി ബന്ധപ്പെട്ട ചെല്ലാൻ അടക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താ പറയുക, എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓപ്ഷൻ അടുത്ത് തന്നെ നിലവിൽ വരുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും ഇപ്പോൾ ലാസ്റ്റായിട്ട് അടക്കുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് OTP ഇല്ലാതെ നമ്മളിപ്പോൾ സാധാരണ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെല്ലാണ്ട് വീഡിയോ തന്നെ ചെയ്തത് ഇപ്പോൾ റെൻറ്റ് വണ്ടി എടുത്തിട്ട് ഓടിയ സമയത്തോ അല്ലാതെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട് പിഴ വന്ന സമയത്തും പാർക്കിംഗ് ഫൈൻ വന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ചെയ്തത്. നിലവിലിപ്പോൾ എനിക്ക് അടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് കൃത്യമായിട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ 2025 പിഴ അടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ നിലവിൽ വന്നു എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയുന്നത്, ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.